ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. യെസ്, ഇന്ന് ഇവിടെ കട്ട മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗിലാണെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തോ വാശിയുണ്ട്. എന്താണ് നിനക്ക് ഇത്രക്ക് വാശി? അല്ല, ഇന്നലെ ഞാൻ ജയിച്ചതല്ലേ, അപ്പൊ ഞാൻ ഇന്നും ജയിക്കും. അതിന്റെ വാശിയാ? പിന്നെന്താ, അത് നീ തീർച്ചയായിട്ടും. ഇപ്പൊ ഓർത്തതല്ലേ? അതല്ലല്ലോ, അതിന് മുൻപേ വാശിക്ക് വേണ്ടി വന്നിരിക്കാൻ കാരണം എന്താണ്? അതാണ് ചോദ്യം. ഇപ്പൊ ഓർത്തെടുത്തത് പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മറ്റുള്ള വാശികൾ കുറെ ഉണ്ട്. ആ, ഇത് ഓർത്തെടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഉണ്ടപ്പോ. ഉണ്ട്, ഉള്ളത് തന്നെയാ. കാരണം മറച്ചു വെച്ചിട്ട് വേറെന്തൊക്കെ കാരണം മുന്നിലേക്ക് നിരത്തുകയാണ്. കാരണം വരുന്ന സമയത്ത് ഞാൻ പറയും. ഓക്കെടാ, ഓക്കെ. എന്താണ് എന്നാ മത്സരത്തിന്റെ അജണ്ട തന്നെ പറഞ്ഞോ. എന്നിട്ട് ടോസ് നീ തന്നെ കേട്ടോ. അങ്ങനെയാണോ? ആ, അങ്ങനെയാണെങ്കിൽ കാണണല്ലോ. എന്നാ പിന്നെ അത് കണ്ടിട്ടേ ഉള്ളൂ. ബാക്കിയായിരുന്നു. എന്നാ പിന്നെ മലയാളം. ഓക്കെ ഓക്കെ, മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. യെസ്, ഓക്കെ, ആയിക്കോട്ടെ. റെഡി. ആ, ആദ്യത്തെ തന്നെ പൊളിഞ്ഞു പോയി. താഴോട്ടിടാനാണോ പറഞ്ഞ ടോസ്? അല്ലെങ്കിലും ടോസർ എനിക്ക് അറിഞ്ഞൂടാ. അതാണ്ടില്ലേ കറങ്ങാത്ത കണ്ടോ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാനതല്ല എപ്പോഴും വിളിക്കുന്നത്. നീ കണ്ടിട്ടില്ല? ഇത് നിക്കുന്നേ കാണിച്ചടാ. അത് ശരിയായി. ഹെഡ് ഇതാണ് ഞാൻ എടുത്തോ. ഫസ്റ്റ് കിഴി. പൊളിക്ക് എല്ലാവിധ ആശംസകളും. നിനക്കും തോക്കാനുള്ളത്. ഓക്കെ, സുമതി വളവ് 1-0. യെസ്, സിനിമയുടെ ടീസർ ഇന്ന് 5 മണിക്ക് പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിഷ്ണു ശശിധരൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. സോറിയോ? വിഷ്ണു ശശിശങ്കറാണ്. ശശിശങ്കർ. ശശിധരനല്ല. സോറി പറയണല്ലോ. പറയണ്ടേ? വേറെ ആരെ മാറ്റിയാലും കുഴപ്പമില്ല. എന്താണെങ്കിലും നമ്മുടെ അർജുൻ അശോകനാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. സുമതി വളവ് അത്യാവശ്യം കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ നമുക്ക് പൊളിക്കാം. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവം. ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ സത്യനന്ദിക്കാടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, 1-1. കൊണ്ടുവരുമോ അടുത്തത്? നെക്സ്റ്റ്. വാശി നിനക്ക് കാണുന്നില്ലല്ലോ. വെല്ലുവിളിച്ചിട്ടേ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ആഹാ, ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നുണ്ടോ എന്നൊരു സമയം. മണ്ടാടി. ആ, മണ്ടക്കടി എന്നല്ലോ. ഈ സൂര്യന്റെ എല്ലാ സിനിമകളുടെ പേര് ഇങ്ങനെയൊക്കെ തന്നെ. ഒരുമാതിരി പേരുകളായിരിക്കും എല്ലാം. എന്താണെങ്കിലും സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. മതിമരൻ പുകഴെഴുതി സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. മഹിമ നമ്പ്യാരും സത്യരാജും ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 1-1 തന്നെ കേട്ടോ. അടുത്ത കിഴി 2-1. പെണ്ണ് കേസ് സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. 2-1 ഫെബിൻ സിദ്ധാർത്ഥാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നിഖില വിമലാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. ഈ പെണ്ണ് കേസിന്റെ ഏത് കിഴി കിട്ടുമ്പോഴും അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കറക്റ്റായിട്ട് കിട്ടുള്ളൂ. 2-1. ഓക്കെ, വീരധീരശൂരൻ സിനിമയുടെ OTT റിലീസ് ഏപ്രിൽ 24 ആമസോൺ പ്രൈമില്. പക്ഷെ എന്ത് കാര്യം, ആൾറെഡി ഇതൊക്കെ വന്നു. HD പുറത്ത് വന്നു. 24 റിലീസ്. പക്ഷെ അതിന് മുന്നേ എല്ലാം എന്താല്ലേ കാലഘട്ടം. ഇപ്പോൾ എല്ലാം സ്പീഡാണ്, മുന്നെയാണ് എന്നുള്ളത് പറയുന്നത് വെറുതെ ഒന്നല്ല. സത്യമാണത്. ഇപ്പൊ കണ്ടില്ലേ സിനിമ ഡേറ്റ് അന്ന് പറയുന്നു, അതിന് മുന്നേ പുറത്ത് വരുന്നു. എല്ലാം അങ്ങനെ തന്നെ ഇപ്പോൾ. ഓക്കെ, അടുത്ത കിഴി ഓടും കുതിര ചാടും കുതിര. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഫഹദ് ഫാസിലാണ് നായകനായി വരുന്നത്. നായികയായിട്ട് കല്യാണി പ്രിയദർശൻ. 3-1. അപ്പോൾ സിനിമയുടെ പാക്കപ്പ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസം, അതായത് അന്ന് ആ കിഴി എപ്പിസോഡ് ഇടുന്ന അന്ന് അതിൻ്റെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു. അന്ന് തന്നെ ഇത് പാക്കപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, 3-1. വാശിക്ക് വെല്ലുവിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, പോയി അടുത്ത് പോട്ടെ. ഓക്കെടാ കൂട്ടാ, വെയിറ്റ് ചെയ്യടാ. സൂത്രവാക്യം. കൊള്ളാം. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇതാ.
ഇതിപ്പോ വിവാദത്തിലിരിക്കുന്ന സിനിമയുണ്ടോ? യാ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. യൂജിൻ ജോസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ പോലീസുകാരനായിട്ടാണല്ലോ നമ്മുടെ ഷൈൻ ടോം ചാക്കോ. പിന്നല്ലാണ്ട് ഓട്ടക്കാരനായിട്ടൊന്നല്ലോ. ആശാൻ തകർക്കട്ടെ. ഓട്ടക്കാരനായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കായിരുന്നു. അല്ല അത് റിയൽ ലൈഫ്. അല്ല പോലീസാണെങ്കിലും നന്നായിട്ട് ഓടണം. അല്ല അത് ശരിയാണല്ലോ, ജീവിതത്തിൽ നന്നായിട്ട് ഓടണം, അതാണ് പ്രത്യേകത. അതായിരിക്കും കാണിച്ചേക്കുന്നത്. ഓക്കെ, യൂജിൻ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 3-2. ഓക്കെ, അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. സിനിമ 200 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നു. ഓക്കെ, ഒഫീഷ്യലായിട്ട് മൈത്രി മൂവി മേക്കേഴ്സ് ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. അജിത് കുമാറിൻ്റെ ആദ്യത്തെ 250 കോടി ആവാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. സംഭവിക്കട്ടെ. അടുത്തത് എമ്പുരാൻ സിനിമയുടെ OTT ഓക്കെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ 24. OTT-ലും വെറുതെ വിടൂലെന്ന് വീരധീരസുരൻ ക്ലാഷാണ്. അതെ, ഒരേ സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലേ ഓരോ ക്ലാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, എല്ലാം കൊണ്ടും എല്ലാത്തിലും ക്ലാഷ്. ഓക്കെ, എന്തായാലും നല്ലൊരു സിനിമയാണ്. 3-3 കാണാം. എന്നാ എനിക്ക് വേറൊരു സംഭവം പറയാനുണ്ട്. തുടരും, ലാലേട്ടൻ നായകനാവുന്ന തുടരും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഇന്നലെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തോട്ടുണ്ട്. എത്രയായി? 4-3. 3 കിഴി ഇനി ബാക്കിയുണ്ട്. കാട്ടക മത്സരം. തഗ് ലൈഫ് സിനിമയുടെ മ്യൂസിക് പാർട്ണർ സരിഗമ. അപ്പൊ അതങ്ങ് ഉറപ്പിച്ചു. ഇല്ലടാ, സരിഗമന അങ്ങനെ ഇത് ചെയ്യണ്ട. കാരണം എന്താ പറയുക, സരിഗമ പ്രൊഡക്ഷൻ എടുക്കുന്നതിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അവർ. അതായത് ഓഡിയോ റൈറ്റ്സും അല്ലെങ്കിൽ മ്യൂസിക് റൈറ്റ്സ് കാര്യങ്ങൾ ഇതെടുക്കുന്നതിൽ അവർ കോപ്പി റൈറ്റ് കൊടുക്കാറില്ല. സോങ്ങിന് പിന്നെ എല്ലാവരും തരുമല്ലോ. അതെ. ഓക്കെ, അടുത്ത കിഴി. ഇന്നലെ എന്തായാലും റെട്രോ ടി സീരീസ് ഭാഗ്യ ടി സീരീസ് കിട്ടാറുണ്ട്, സാധാരണ കൊടുക്കാറുണ്ട്. ഇന്നലെ പിന്നെ 200 കരുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഭാഗ്യം. അടുത്ത ജാട്ട് 2 ഗോപിചന്ദ് മൽനേനി സംവിധാനം ചെയ്ത ജാട്ട് സിനിമയുടെ 2ാം ഭാഗം വരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സ് തന്നെയാണ് ഈ സിനിമയും നിർമ്മിക്കുന്നത്. അവർ തന്നെയാണ് ഒഫീഷ്യലായിട്ട് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സണ്ണി ഡിയോളാണ് നായകൻ. ഓക്കെ, ജാട്ട് 2 അത്ര വലിയ ഹിറ്റൊന്നല്ല, പക്ഷേ എങ്കിലും അതിൻ്റെ 2ാം ഭാഗം വരുന്നു. പക്ഷെ എന്തായാലും മുടക്കിയത് കിട്ടുപോയി. വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് റെട്രോന്റെ മലയാളത്തിലെ കാര്യമാണ് പറയാനുള്ളത്. റെട്രോ തമിഴായിക്കോട്ടെ, മലയാളമാണ് പറയാൻ പോണത്. എന്താ ഞാൻ പറയുമ്പോ കേട്ടാ പോരെ, കണക്കണ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സിനിമയുടെ ഐറ്റം സോങ് പുറത്തു വന്നിട്ടില്ല. സോങ് പുറത്തു വന്നു. ഓഡിയോ കേട്ടോ. എന്താണെങ്കിലും സൂര്യ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഇതിലെവിടെ മലയാളം എന്ത് കണക്ഷനുള്ളത്? മലയാളെന്തിനാടാ, സൂര്യ പാട്ട് പാടിയിട്ടില്ലടാ. അതുപോലെ ഇനിയിപ്പോ മലയാളം വേണം. മന്മത എന്ന് പറഞ്ഞു തുടങ്ങുന്ന സോങ് ആണ്. മന്മത എന്ന് പറഞ്ഞാൽ തമിഴല്ല, മലയാളമാണ്. മന്മത എന്ന മലയാളത്തിലില്ലേ മന്മത എന്ന് പറയുന്നത് പേരുണ്ട്. മന്മത പോലെ തമിഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിലും ഉണ്ട്, മലയാളത്തിലും അർത്ഥമുണ്ട് മന്മത. എന്തായാലും ആ സോങ് പാടിയിരിക്കുന്നത് സൂര്യയാണ്. സൂര്യയും സൂര്യ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലേ സൂര്യ മാത്രല്ല, ഒരു സ്ത്രീയുടെ സൗണ്ട് അതുണ്ട്. പിന്നെ ഐറ്റം സോങ് അല്ലേ, രണ്ടുപേരും പാടണ്ടേ? നിർബന്ധമല്ലോ, അത് പാടണം. പൂവണ്ടമാമയിൽ വരെ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് പാടിയ കുഴപ്പം. എന്തായാലും ട്രailerല് ഇതിന്റെ കുറച്ച് പോർഷൻസ് കാണിച്ചു. ഗംഭീരായിരുന്നു കേട്ടോ. അത് പുറത്തു വരാൻ കാത്തിരിക്കുന്നു. കുറെ പേര് ഭയങ്കര പരാതി ഉണ്ടായിരുന്നു, ഐറ്റം സോങ് കുറച്ചേ കാണിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സിനിമയെ കാണാം. എന്തായാലും സോങ് ആയിട്ട് തന്നെ പുറത്തു വരുമല്ലോ. നന്നാവട്ടെ. ഇപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഒന്നും പറയല്ല, പറയാനുള്ള ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞോ? പിന്നെന്താ, ശരി. ബൈ. ജയ ആർക്കാ? കഴിഞ്ഞ കളി ഞാൻ ജയിച്ചല്ലേ, ഈ കളി തോറ്റു കൊടുക്കാം. അടുത്ത കിഴി പിടിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, ബൈ.